സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളത്തിലെ സ്ത്രീകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന നിർദ്ദിഷ്ട പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോഴും നിലവിലുണ്ടോ എന്ന്. ഇപ്പോഴും ഈ പദ്ധതി നിലവിലുണ്ട്. എന്നാൽ അപേക്ഷകൾ പരിശോധിക്കുന്ന രീതിയും ഡിജിറ്റൽ സംവിധാനങ്ങൾ, കെ-സ്മാർട്ട് മുഖേന അപേക്ഷ സ്വീകരിക്കുന്ന സംവിധാനം എന്നിവയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനാൽ പഴയ രീതിയും പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് സർക്കാർ സേവനങ്ങൾ കൂടുതലും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ കെ-സ്മാർട്ട് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം രേഖകൾ പരിശോധിക്കണം. ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ്. ചെറിയ പിഴവുകൾ പോലും അപേക്ഷയുടെ നടപടികൾ വൈകിപ്പിക്കാൻ കാരണമാകും. അപേക്ഷ നൽകിയാൽ ഉടൻ തന്നെ പെൻഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷ പലർക്കുമുണ്ട്. എന്നാൽ അപേക്ഷ സ്വീകരിച്ചതിനു ശേഷം വിവിധ ഘട്ടത്തിലൂടെ പരിശോധനകൾ നടക്കും. ആവശ്യമായാൽ ഫീൽഡ് പരിശോധനയും നടത്തുകയും ചെയ്യും. എല്ലാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഗുണഭോക്താ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ പ്രചരിക്കാറുണ്ട്. ചിലർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു എന്നും എല്ലാവർക്കും ഉടൻ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കാതെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വിശ്വസിക്കേണ്ടത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ ഭാവിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട് സജീവമായി നിലനിർത്തുക. ആവശ്യമായ രേഖകളിൽ മാറ്റമുണ്ടെങ്കിൽ കൃത്യസമയത്ത് പുതുക്കുക. സർക്കാർ ആവശ്യപ്പെടുന്ന പരിശോധനകളിൽ സഹകരിക്കുക. ഇവ പാലിക്കാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ ആനുകൂല്യം വൈകുകയോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. പലരും കരുതുന്നത് റേഷൻ കാർഡ് മാത്രമുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുമെന്നാണ്. റേഷൻ കാർഡ് ഒരു രേഖ മാത്രമാണ്. അപേക്ഷയുടെ വ്യക്തിഗത വിവരങ്ങൾ, കുടുംബ വിവരങ്ങൾ, വരുമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, താമസ സ്ഥലം, മറ്റ് രേഖകൾ എന്നിവയും പരിശോധിക്കും. അപേക്ഷ നൽകുമ്പോൾ ആധാർ കാർഡിലുള്ള പേരും ബാങ്ക് അക്കൗണ്ടിലുള്ള പേരും പരമാവധി ഒരുപോലെ ആയിരിക്കണം. ചെറിയ അക്ഷര വ്യത്യാസങ്ങൾ പോലും ചിലപ്പോൾ പരിശോധനയിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം. അതുപോലെ ജനനത്തീയതി, മേൽവിലാസം, മൊബൈൽ നമ്പർ എന്നിവ ശരിയായിരിക്കണം. അപേക്ഷ നൽകിയതിനു മുൻപ് ഇവ പരിശോധിക്കുന്നത് പിന്നീട് ഉണ്ടാകാവുന്ന കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കുന്നു. അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പുരോഗതി ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. രേഖകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എത്രയും വേഗം പരിഹരിക്കാൻ കഴിയും. അപേക്ഷയുടെ രസീത്, അംഗീകാര നമ്പർ, ബാങ്ക് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ ഭാവിയിൽ ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവ നഷ്ടപ്പെടുത്താതിരിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലെയുള്ള ക്ഷേമ പദ്ധതികൾ സമൂഹത്തിലെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനാൽ ഓരോ അപേക്ഷയും പരിശോധിച്ച ശേഷമാണ് അന്തിമ അംഗീകാരം നൽകുന്നത്. അപേക്ഷകർ ക്ഷമയോടെ നടപടിക്രമം പൂർത്തിയാക്കുന്നത് വരെ കാത്തിരിക്കണം. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.